രണ്ട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. രണ്ട് സംഭവങ്ങൾ, വിഷയങ്ങളല്ല. ഒന്ന്, അമിത്ഷാ ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് പുത്തരിക്കണ്ട മൈതാനിയിൽ BJP കാര്യകർത്താക്കളോട് സംസാരിച്ചു. ഭാരത് മാതാ കീ ജയ് എന്ന് അമിത്ഷാ കൈ ഉയർത്തി വിളിക്കുന്നുണ്ട്. ഇത് TV കണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് വലിയ ആവേശം ഉണ്ടാകുന്നില്ല. ഇതൊരു സൂചനയാണോ? മുരളീധര പക്ഷത്തെ വെട്ടി നിരത്തി എന്ന് പറയുമ്പോൾ മുരളീധര പക്ഷത്തുള്ളവരായിരുന്നോ കൂടുതൽ ആ യോഗത്തിന് വന്നത്? അവരാണോ കൈ ഉയർത്താതിരുന്നത്? ഇതൊരു ചോദ്യമാണ്, പൊളിറ്റിക്കൽ ചോദ്യമാണ്. രണ്ടാമത് നമ്മുടെ K. സുരേന്ദ്രൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഓരോരുത്തർക്ക് കൈ കൊടുക്കുന്നു. അപ്പോൾ രാജേഷിനെ, VV രാജേഷ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന VV രാജേഷിന് കുറച്ചും കൂടി ഉയർന്ന സ്ഥാനം BJP-യിൽ കിട്ടും, മുരളീധര പക്ഷത്ത് നിൽക്കുന്ന ശക്തനാണ്, കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ VV രാജേഷിനെ കണ്ടപ്പോൾ സഖാവേ സുഖം തന്നെയാണോ, സഖാവും വന്നല്ലോ ലിസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്നുണ്ട്. ട്രോളാണ്, ട്രോള് പോലെ കളിയാക്കും. പിന്നെ പലരെ രേണു വന്നോ എന്നൊക്കെ പറഞ്ഞു, ഒരു വനിതാ നേതാവിനെ രേണുവൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഉള്ള നിലയിലുള്ള സംഭാഷണങ്ങൾ. അതപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഇന്നത്തെ ഈ ഇപ്പോഴുള്ള പുതിയ ലിസ്റ്റ് അത്ര സുഖകരമായി തോന്നുന്നില്ല. ഒരു പതിറ്റാണ്ടോളം കാലം അല്ലെങ്കിൽ 10-20 വർഷക്കാലത്തോളം PK കൃഷ്ണദാസ് പക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത് BJP-യിൽ. അവരെ വെട്ടി നിരത്തിയാണ് മുരളീധര പക്ഷം കയറിപ്പോയിട്ടുള്ളതെന്നാണ് വാദം. അവിടെയാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളെ ഒതുക്കി നിർത്തി. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവർ ഒരു ഫയർ ബ്രാൻഡറാണ് എന്ന് പറഞ്ഞാൽ അവർ തീപ്പൊരിയാണ്. അവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, നന്നായി സംഘാടനം അറിയാം. അതുപോലെ തന്നെ അവർ ഡൗൺ ടു എർത്താണ് പ്രവർത്തനങ്ങളിൽ. എവിടെ കൊണ്ടിട്ടാലും 4 ദിവസം കൊണ്ട് അവർ പ്രവർത്തകരുടെ മനസ്സിൽ കയറും. അങ്ങനെ ഒരു വളരെ വളരെ വലിയ സാധ്യതയുള്ളൊരു വനിതയാണ്. അവരുടെ ഏക പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിദ്യാഭ്യാസമില്ല. അതുപോലെ തന്നെ അവർ പിന്നെ എന്താ പറയുക, ഭയങ്കര ഡൈനാമിക്കായി പുരുഷന്മാരോടൊക്കെ മല്ലടിച്ച് നിൽക്കാൻ കഴിയുന്ന വലിയ ഡൈനാമിക്കായ ഒരു ബോഡി സ്ട്രക്ചറല്ല. അതിനാവശ്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ മമതാ ബാനർജിക്ക് എത്ര സൈസുണ്ട്, അതെല്ലാം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ തന്നെ അവർക്ക് ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ നന്നായി പറയാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില പരിമിതികളുണ്ട് അവർക്ക്. പക്ഷെ വളരെ വളരെ തീപ്പൊരു നേതാവാണ്. അങ്ങനെയുള്ള അവരെ എന്തോരം ബുദ്ധിമുട്ടിച്ചു, വളരെ വലിയ തോതിലാണ്. ഒരു ഘട്ടത്തിൽ അവർ BJP വിട്ടു പോകുമെന്നുള്ള നിലയിലൊക്കെയുള്ള ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഇപ്പോൾ അതിശക്തമായി ഇതിനകത്ത് മുരളീധര പക്ഷത്തെ തഴഞ്ഞു. പ്രത്യേകിച്ച് സുധീറിനെ തഴഞ്ഞു, കൃഷ്ണകുമാറിനെ തഴഞ്ഞു. BJP-യുടെ ഘടന അനുസരിച്ച് സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ജനറൽ സെക്രട്ടറിമാർക്കാണ്, വൈസ് പ്രസിഡന്റുമാർക്കല്ല. പ്രസിഡന്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ അബദ്ധത്തിൽ വരാതിരുന്നാൽ മാത്രമേ വൈസ് പ്രസിഡന്റ് ഒരു അധ്യക്ഷ പദവി പോലും കിട്ടുള്ളൂ. പക്ഷേ പ്രസിഡന്റ് വരാതില്ലെങ്കിൽ പ്രസിഡന്റ് അസൗകര്യമാണ്, മീറ്റിംഗ് വിളിക്കാറില്ല. അപ്പോൾ പിന്നെ വൈസ് പ്രസിഡന്റിന് സാധ്യതയില്ല. 10 വൈസ് പ്രസിഡന്റാണ്, വല്ല കാര്യമുണ്ടോ? എന്നാലും ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക് കിട്ടിയത് ചെറുപ്പക്കാരായതുകൊണ്ട് അടുത്ത ജനറൽ സെക്രട്ടറിയോ ഭാവിയിൽ വലിയ നേതാവൊക്കെ ആവുമായിരിക്കും, പിന്നെ മത്സരിക്കുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും അത് ആ നിലയിൽ അങ്ങനെ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് ഷോൺ ജോർജിനെ പോലുള്ളവർക്ക് കിട്ടിയത് ഒരു വേറൊരു തരത്തിലുള്ള അംഗീകാരമാണ്. 17 മാസവും 12 ദിവസവും അയാളുടെ ദിവസം എണ്ണിക്കൊണ്ട് നടക്കുന്ന പറയണം. 17 മാസവും 12 ദിവസമായ ആളിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നു, പിന്നെ ശ്രീലേഖ IPS-ന് കിട്ടുന്നു, ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വേറൊരു തരത്തിലേക്ക് നോക്കുമ്പോൾ BJP കൊടുക്കുന്ന അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്, ഇൻക്ലൂസീവായിട്ട് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, വളരെ ശക്തമായ ദില്ലിയിലാണ് മുരളീധര പക്ഷം ഉണ്ട് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചോദ്യം രാജീവ് ചന്ദ്രശേഖറിനോടാണ്. താങ്കൾ തോറ്റുപോയി. താങ്കൾ എത്ര വോട്ടിനാണ് തോറ്റത്? അവസാനം വരെ താങ്കൾ ജയിച്ചാണ് നിന്നത്. താങ്കളെ തോൽപ്പിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ മണ്ഡലങ്ങൾ കൂടിയാണ്. എന്തായാലും എല്ലാവർക്കും അറിയാം, ശശി തരൂരിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പ്രദേശമാണ് തീരദേശ മേഖല. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മേഖലയാണ്. അവിടെ പള്ളിക്ക് സ്വാധീനമുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ BJP-ക്ക് വലിയ സ്വാധീനം തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടുകൾ പരമാവധി ശശി തരൂരിന് പോകും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് വട്ടിയൂർക്കാവിലെയും തിരുവനന്തപുരത്തെയും നേമത്തെയും ഒക്കെ വോട്ടുകളല്ലേ? അവിടെയുള്ള ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് പിടിക്കാൻ പറ്റിയോ? അങ്ങനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഗ്രൂപ്പ് രാഷ്ട്രീയമായിരുന്നോ? രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാണ്. തൊട്ടടുത്ത് V. മുരളീധരൻ ഉണ്ട്. V. മുരളീധരൻ ജയിച്ചാൽ മന്ത്രിയാണ്. അപ്പോൾ ഇത് മുരളീധര പക്ഷത്തിൻ്റെയും കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പക്ഷത്തിൻ്റെയൊക്കെ പരസ്പര ചക്കളത്തി പോരാട്ടമാണോ എന്നുള്ളൊരു ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ചോദിക്കേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. ഗ്രൂപ്പുകളുടെ കാടറക്കുവാൻ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ അടിവേര് തോണ്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നതെങ്കിൽ
അദ്ദേഹം കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് പോയോ എന്നൊരു ചോദ്യവും പൊതുമേഖലകളിൽ പൊതുരംഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ സ്മെൽ, ഇതിൻ്റെ മണം, ഇതിൻ്റെ സൂചനകൾ നമ്മുടെ അമിത്ഷായ്ക്ക് കിട്ടിയതുകൊണ്ടാണോ അദ്ദേഹം ഒരു ഉപദേശം കൂടി രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിട്ട് പോയെന്ന് പറയുന്നു. മുൻ പ്രസിഡന്റുമാരെയും, അതായത് വി മുരളീധരനെയും സി കെ പത്മനാഭനെയും അതുപോലെ കുമ്മനം രാജശേഖരനെയും കെ സുരേന്ദ്രനെയും പോലെയുള്ള മുൻ പ്രസിഡന്റുമാരുടെ അഭിപ്രായങ്ങൾ കൂടി എടുത്തുകൊണ്ട് വേണം, അവർ സീനിയർ നേതാക്കളാണ്, അവരെ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ കെ സുരേന്ദ്രൻ്റെ പേര് അമിത്ഷാ പ്രത്യേകിച്ച് പറഞ്ഞു. ഇതൊക്കെ ബി ജെ പിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചനകളാണോ? ഒരധികാരവുമില്ലാതിരിക്കുന്ന ബി ജെ പി ഇങ്ങനെയാണ് ഗ്രൂപ്പ് കളിക്കുന്നതെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതും കൂടി ബി ജെ പി അണികളും പ്രവർത്തകരും കാര്യകർത്താക്കളും ചർച്ച ചെയ്യപ്പെടണം. അവസാനമായി കിട്ടുന്ന വാൽക്കഷ്ണം, ഡൽഹിയിൽ പരാതിയുമായി പോകാനായി മുരളീധര പക്ഷം ഒരുങ്ങുന്നു. മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് പരാതിയുമായി പോകാനുള്ള ഒരു വാൽക്കഷ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുവാൻ കഴിയട്ടെ.